പഴയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് 2026 വേൾഡ് കപ്പിന് തയ്യാറെടുക്കുന്ന ടീമിന്റെ പരിശീലകനാകുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ വിശ്വസിക്കണം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പഴയ കോച്ച് ഇപ്പം ഇറാഖ് നാഷണൽ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് വേൾഡ് കപ്പിന് തയ്യാറെടുക്കുകയാണ്. റെനെ മിലോസ്റ്റിൻ ആരാണ് എന്താണെന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നതിനെക്കാട്ടിലും പ്രീമിയർ ലീഗ് ആരാധകർക്കൊക്കെ അറിയാൻ കഴിയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ സാക്ഷാൽ ഇതിഹാസ പരിശീലകനായിട്ടുള്ള സർ അലക്സ് ഫെർഗൂസന്റെ വിശ്വസ്തനായ സഹചാരിയായിരുന്നു. അതെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന സർ അലക്സ് ഫെർഗൂസന്റെ അസിസ്റ്റന്റ് ആയിരുന്ന റെനെ മിലോസ്റ്റിൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനായിരുന്നു. അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഡ്രീം സ്കൂൾ തന്നെയായിരുന്നു. 3 മാഞ്ചസ്റ്റർ ഇതിഹാസങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ബ്രൗൺ പ്രതിരോധത്തിലേക്ക് വന്നു. ലേസി ലെജൻഡ് ബൾഗേറിയൻ ഫാൽക്കൺ ദിംത ബർബറ്റോവ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു. ആ സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ റെനെ മിലോസ്റ്റിൻ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായി വരുന്നത്. വളരെ മികച്ചൊരു സ്കോഡ് തന്നെയായിരുന്നു. പക്ഷേ ആ ടീം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞ് ഈ ടീമിനകത്ത് തന്നെയുള്ള ചില ആളുകളുടെ ഇന്റേണൽ പൊളിറ്റിക്സ് കാരണവും പിന്നിൽ നിന്നുള്ള കുത്തൽ കാരണമൊക്കെയാണ് റെനെ മിലോസ്റ്റിൻ സീസണിൻ്റെ പകുതിയിൽ വെച്ച് ടീം വിട്ട് പോകേണ്ടി വരുന്നതും ഡേവിഡ് ജെയിംസ് വരികയൊക്കെ ചെയ്തത്. ചില ഇന്ത്യൻ താരങ്ങൾ തങ്ങളുടെ പ്രാമുഖ്യം നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് വിദേശ താരങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നാശത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. കാരണം ആരാധകരെല്ലാം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നടന്ന ഹീറോകളായിരുന്നു അന്ന് ചെയ്തൊക്കെ ചെയ്തത്. അതേ റെനെ മിലോസ്റ്റിൻ ആണ് ഇപ്പം ഇറാഖ് നാഷണൽ ടീമിൻ്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് മാറിയിരിക്കുന്നത്. ഇറാഖ് ബൊളീവിയയെ തോൽപ്പിച്ച് 2026 ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. അപ്പം പഴയ ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ടുള്ള മിലോസ്റ്റിൻ 2026 വേൾഡ് കപ്പിനുള്ള ഇറാഖിൻ്റെ പരിശീലക സംഘത്തിലുണ്ടായിരിക്കും.